കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അറിയണമെങ്കിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ട്രാവൽ ചെയ്യണ ആദ്യം ഒരു 150 കാറുകൾ ഫ്രണ്ടിലും ബാക്കിലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അത് തന്നെ അറിയാം. ഈ ഈ കേരളത്തേക്കൂടെ ഈ ലോകത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇത്രയും സേഫ്റ്റിയോടുകൂടി പോകേണ്ട തന്നെ കാര്യം. പണ്ടായ വി.കെ. നായനാറും എ.കെ. ആൻ്റണിയും കരുണാകരനും ഒക്കെ ആകെ ഒരു പോലീസ് ജീപ്പ് കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10-40 പോലീസ് ജീപ്പ് അതിൻ്റെ പോയി എത്ര വണ്ടികൾ അതിൻ്റെ പുറകെ നടക്കണേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം കേരളത്തിൽ കംപ്ലീറ്റ് ഗുണ്ടകളും തീവ്രവാദികളും മറ്റേ ഭീകരപ്രവർത്തകരും ഒക്കെയാണ്. അപ്പോൾ അവരിൽ നിന്ന് സ്വയം രക്ഷിക്കാനാണ് കേരള മുഖ്യമന്ത്രി ഇത്രയും ഇതായിട്ട് പോകുന്നത്, ഇത്രയും വലിയ സെക്യൂരിറ്റിയോടുകൂടി പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു കാറും ഒരു പോലീസ് ജീപ്പായിട്ട് പോകാൻ പാടില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? കേരളം സേഫല്ല. അത് ഈ മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ നോക്കി അറിയാൻ കേരളം സേഫല്ല എന്ന്. മുഖ്യമന്ത്രിക്ക് തന്നെ സ്വയം ധൈര്യമായിട്ട് കേരളത്തേക്ക് നടക്കാൻ പറ്റില്ല. കേരള മുഖ്യമന്ത്രിക്ക് കേരളത്തേക്ക് നടക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം പോകുന്നത് എത്ര വണ്ടിയും കൊണ്ട് എത്ര പോലീസ് കൊണ്ട് പോകണേ. ഇപ്പം പഴയ മുഖ്യമന്ത്രിമാർ കരുണാകരനെ നോക്ക്, എ.കെ. ആൻ്റണിയെ നോക്ക്, EMSനെ നോക്ക്, ഇ.കെ. നായനാറെ നോക്ക്, ഒരു പോലീസ് ജീപ്പ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 പോലീസ് ജീപ്പ് അത്രേ ഉണ്ടാവുള്ളൂ അവരുടെ വണ്ടിയുടെ കൂടെ. അപ്പോൾ എന്താണ്? അപ്പം അന്നേരം കേരളം സേഫായിരുന്നു. ഗുണ്ടകളുണ്ടായിരുന്നില്ല, തീവ്രവാദികളുണ്ടായിരുന്നില്ല, മറ്റുള്ളവരുണ്ടായിരുന്നില്ല. ബാക്കി തീവ്രവാദികൾ, ഗുണ്ടകൾ, മറ്റ് മാഫിയകൾ ഒക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കാരണം കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് തകർന്നു പോയി. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി വരെ ഇത്രയും വലിയ സേഫ്റ്റിയില്ല. അതായത് ഞാൻ മറ്റേ ഇതിൽ കണ്ടു, ഇപ്പോൾ പോകുന്ന വണ്ടികളുടെ ഇതിൽ പണ്ട് ഇന്ത്യൻ പ്രസിഡൻ്റ് എപ്പോഴേ അത് ശങ്കർ ദയാൽ ശർമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടു സേഫ്റ്റി കണ്ടു. അത് പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിൻ്റെ തലവനാണെന്ന് വയ്ക്കാം. അത് പണ്ട് ഞാൻ ഒരുപാട് വണ്ടികൾ കണ്ടു. അതുപോലെ ഒരു മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ട്? അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? അങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ശരിയല്ല. മുഖ്യമന്ത്രി ഇത്രയും വണ്ടികളോടുകൂടി ഇത്രയും പോലീസുകാർ റോട്ടിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം തന്നെ കേരളം സേഫല്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അകമ്പടി വാഹനങ്ങളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി കേരളം സേഫല്ല എന്ന് ഏത് തലയിലൊരു ബുദ്ധി പോലും ഇല്ലാത്തവനും മനസ്സിലാവും. കേരളം സേഫല്ല. എനിക്കും തോന്നുന്നുണ്ട് കേരളം സേഫല്ല എന്ന്. കഴിഞ്ഞ ഒരു 10 കൊല്ലം കേരളം, അതിനു മുമ്പ് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല. റോട്ടിൽ കിടന്നുന്ന ആളുകളെ ഉപദ്രവിക്കാനൊന്നും ഒരു മനുഷ്യനും വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങേരുടെ ഭരണകൂടത്തിൽ കേരളം ഒട്ടും സേഫല്ല. കംപ്ലീറ്റ് ഗുണ്ടകളും മാഫിയകളും കൊട്ടേഷൻകാരുമാണ് റോട്ടിൽ കൂടെ മുഴുവൻ. അപ്പോൾ അങ്ങേര് തന്നെ പോകുന്നത് ഇത്രയും വണ്ടികളിലാകുമ്പോൾ മുഴുവൻ അങ്ങേര് പോകുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളം സേഫല്ല. മുഖ്യമന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ നാളെ അറിയാവുന്നവർ ഏതെങ്കിലും TV ന്യൂസിൽ മുഖ്യമന്ത്രി പോകുന്ന വണ്ടികൾ നമ്പർ എടുത്ത് നോക്കുക, എത്ര വണ്ടിയാണ് പുള്ളിയുടെ കൂടെ പോകുന്നത്. ഇപ്പോൾ പഴയ മുഖ്യമന്ത്രിയുടെ കൂടെ 1-2 വണ്ടികൾ നടന്നു, ഇപ്പോൾ എത്ര വണ്ടികളാണ് പോകുന്നത്? അത് തന്നെ കണ്ടറിയാം കേരളം സേഫല്ല. കേരളം ഒട്ടും സേഫല്ല.